തൻ്റെ പരിശീലന കാലഘട്ടത്തിൽ സിസ്റ്റർ ആകുന്നതിന് മുൻപ് മരിയ സെലിൻ സിസ്റ്റർ ഒരുപാട് തവണകളിൽ ഈശോയുടെ പ്രത്യക്ഷീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റർ ആവുന്നതിന് മുൻപ് ഒരു 3ഓളം പ്രാവശ്യം സിസ്റ്റർ ഈശോയെ ദർശിച്ച, ഈശോയെ മുഖാമുഖം കണ്ട ഒരു സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്. അത് ഇവിടുത്തെ കോൺവെൻറ്റിൻ്റെയും ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിൻ്റെയും നടുവിലുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയ സ്ഥലമാണ്. നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം. ഞങ്ങൾ ഈ മൈതാനത്തോടി ഓടി കളിക്കുമായിരുന്നു, ഈ കടലിൽ ഇറങ്ങി കുളിക്കുമായിരുന്നു. പിന്നെ എന്താ, ചെറിയ ഡ്യൂട്ടികളൊക്കെ ചെയ്യും, പൂന്തോട്ടമൊക്കെ നനയ്ക്കും. പിന്നെ ഞങ്ങളുടെ പഠനം ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു. സിസ്റ്റർ എപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സിസ്റ്ററിന് വിഷൻ ഉണ്ടാകുമായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ ഇതിലിങ്ങനെ നടക്കുന്ന കാണാം. എന്നിട്ട് ഓടി വന്ന് ആ ചവക്ക് മരത്തിൻ്റെ അപ്പുറമല്ലേ അവിടെ വന്ന് മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കും. ഒന്നും അറിയില്ല, മറ്റുള്ളവർ എന്ത് ചെയ്താലും അറിയില്ല, എക്സ്റ്റസിയിലാവും. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് പോവും. ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നോവിസസ് അല്ലേ, അപ്പം ഞങ്ങളോടൊന്നും പറയാനും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വിഷൻ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയായിരുന്നു. പിന്നെ ഈശോ ഒരു കുരിശ് വെച്ച് കൊടുത്തു സെലീന്. അപ്പോൾ ഈ തോളിൽ എപ്പോഴും വേദനയായിരുന്നു. കൈ ഉയർത്തി ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ റെഫറ്ററിയിൽ കുറേ ചോറെടുത്ത് വയ്ക്കും. അന്ന് ഈ റേഷനരിയൊക്കെയാണ്. ഞങ്ങളൊന്നും റേഷനരികളൊക്കെ കോൺവെൻറ്റ് വന്നിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക്. ഇപ്പം മിസ്ട്രസ് പറയും അധികം കഴിച്ചാൽ അധികം പുണ്യം. അപ്പോൾ സെലീൻ കുന്നുപോലെ ചോറെടുത്ത് വയ്ക്കും. എല്ലാവരും കഴിച്ചു പോയാലും സെലീൻ തീർന്നിട്ടുണ്ടാവില്ല. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ റെഫറ്ററി ചെയ്യാൻ വരുമ്പോൾ സെലീൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാനൊക്കെ ഇങ്ങനെ സ്പൂൺ കോരി വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കളിക്കുകയും കടലിലിറങ്ങി കുളിക്കാനും ഡ്യൂട്ടി ചെയ്യാനും എല്ലാം വരുമായിരുന്നു. ഞങ്ങളുടെ ബാച്ച്മേറ്റ് ഒരു വിശുദ്ധിയാകുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് സന്തോഷമാണ് ഒരു വിശുദ്ധിയായി തീരുക എന്നുള്ളതിൽ. സെലീന് ഇങ്ങനെ വിഷനൊക്കെ ഉണ്ടാവും. ഈശോ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയും, ചെയ്ത്താൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയും. ചെയ്ത്താൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അത് പലരും പല വിധത്തിൽ പറഞ്ഞിരുന്നു. എന്താ, ഈ കൈ ഒന്ന് ഉയർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു. തലവേദനയാണ് എപ്പോഴും, മുഖമൊക്കെ ചുമന്ന് വരും തലവേദന കൊണ്ട്. സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും. ഒരു ദിവസം പനിയായിട്ട് സ്കൂളിൽ പോകാൻ മദർ പറഞ്ഞ് പോകണ്ടെന്ന്. അപ്പം സെലീൻ പറഞ്ഞു, പാവപ്പെട്ട കുട്ടികളല്ലേ, കുട്ടികൾ പോയി മഴയത്ത് കളിക്കും, അവരുടെ രക്ഷിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല, ഞാൻ പോയിക്കൊള്ളാം എന്നും പറഞ്ഞ് സെലീൻ പോയി. തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ഭയങ്കരമായ തലവേദനയായിരുന്നു. ഒന്ന് മുകളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടുവന്ന്. പിറ്റേ ദിവസം ഒരു ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാണുന്നത്. ഞങ്ങൾ നോവിസസ് അല്ലെന്ന്. അന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. പിന്നെ കേട്ടു ആസ്പത്രിയിൽ നിന്ന് മരിച്ചെന്നുള്ള വാർത്ത കേട്ടത്.
1957 ജൂലൈ 26 കണ്ണൂരിലെ സെമിത്തേരിയിൽ സിസ്റ്ററുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. 2007 ജൂലൈ 29 വത്തിക്കാൻ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. 2012 ഫെബ്രുവരി 29 സഭ ഔദ്യോഗികമായി ദൈവദാസിയായി പ്രഖ്യാപിച്ചു. ഇതേ ദിവസം ഭൗതിക ശരീരം കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ഊർസ്ലേൻ പ്രൊവിൻസ് മദർ ഹൗസ് ചാപ്പലിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 2022 ഓഗസ്റ്റ് 5 ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ മരിയ സെലിനെ ധന്യ പദവിയിലേക്ക് ഉയർത്തി. കേരളത്തിലെ ഊർസ്ലേൻ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ധന്യയായ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നതായി വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ വെട്ടിത്തുറന്ന സ്നേഹത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിച്ച് യേശുനാഥൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഹ്രസ്വഭാഗമാണ് നമ്മൾ കേട്ടതും കണ്ടതും. ഒരിക്കലും ഒരു വിശുദ്ധ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, തൻ്റെ ജീവിതത്തിലുടനീളം ഈശോ എനിക്ക് സഹനം തരിക, എന്നാൽ സഹിക്കാനുള്ള വരം കൂടി തരിക. നമ്മുടെ ജീവിതത്തിൽ ഈശോ സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അഭിമുഖീകരിക്കാനും മറികടക്കാനുള്ള കൃപയും വരവും കൂടിയും നമുക്ക് തന്നിട്ടാണ് ഈശോ അനുവദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സിസ്റ്ററിൻ്റെ ജീവിതം നമുക്ക് കുറേ കൂടിയും മാതൃകയാക്കാനും ജീവിതത്തിൽ സ്വായത്തമാക്കാനും സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ മാത്രമല്ല വിശുദ്ധീകരിക്കുന്നതെന്നും ആ സഹനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെ വിശുദ്ധീകരണത്തിനു കൂടെ ഈശോ അനുവദിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടുന്ന കൃപ നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ധന്യയായ വിശുദ്ധ മരിയ സെലിൻ കണ്ണനായ്ക്കൽ സിസ്റ്ററിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.